ആദ്യത്തെ സിനിമ 2020 വന്നിട്ടുള്ള ബ്രേക്കിംഗ് സർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. 2 സിസ്റ്റേഴ്സാണ്, ടുവ ഈഡ എന്ന് പറഞ്ഞിട്ട്. അതിൽ ടുവ ഈ നമ്മുടെ ഒരു റിവറിൽ ഡൈവ് ചെയ്യുമ്പം അവിടെ ഈ ഭയങ്കര എന്താ പറയുക, മഞ്ഞും പിന്നെ ഐസ് ഉള്ളൊരു ഒരു പ്രദേശമാണ് കാണിക്കുന്നത്. ആ സ്ഥലത്ത് ഡൈവ് ചെയ്യുമ്പം, വെള്ളത്തിനുള്ളിൽ ഡൈവ് ചെയ്യുമ്പം പെട്ടെന്ന് വന്നിട്ടുള്ള മലയിടിച്ചില് കല്ലുകൾ ഇടിഞ്ഞ് വെള്ളത്തിൻ്റെ ഉള്ളിൽ പോകുന്നതും അവർ ആ ടുവ അതിൽ പെട്ടുപോകുന്നതും ഈട അവർ രക്ഷിക്കാൻ വേണ്ടി, ഈട എന്ന് പറഞ്ഞാൽ അവരുടെ സഹോദരി അവരെ രക്ഷിക്കാൻ വേണ്ടി പെടുന്ന പാടുമാണ് ഈ സിനിമ. സോ വൺ ലൈനിൽ ഇത്രയേ ഉള്ളൂ സിനിമ. പക്ഷേ സ്റ്റാർട്ട് ടു എൻഡ് എവിടെയും ബ്രേക്ക് ഇല്ലാതെ നമ്മളെ പിടിച്ചിരുത്തുന്ന സിനിമ തന്നെയാണ്. വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ ഓക്സിജൻ തീർന്നു പോകുന്നു, അങ്ങനെയുള്ള ടെൻഷനും ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നമ്മളതിലേക്ക് ഭയങ്കരമായിട്ട് ജെല്ലയിപ്പിക്കുന്ന സിനിമയാണ്. രണ്ടാമത്തെ സിനിമ 2010 വന്നിട്ടുള്ള ഫ്രോസൺ. ഞാൻ പറഞ്ഞ പോലെ ഡിസ്നീൻ്റെ ഫ്രോസൺ അല്ല. ഇത് കാണിക്കുന്ന ഒരു റിസോർട്ടിൽ 3 ഫ്രണ്ട്സ് പോവാണ്. അപ്പോൾ ആ റിസോർട്ടിൽ ഈ സ്കൈ ട്രിപ്പ് എന്ന് പറയും. അപ്പോൾ അതിലിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ റിസോർട്ട് ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റിസോർട്ട് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പം അവരെ എന്താ പറയുക, ആ റിസോർട്ടിൻ്റെ ആൾക്കാരെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം ആ ഒരു റോപ്പ് വേ പകുതിയിൽ വെച്ച് നിന്നു പോവാണ്. കാരണം അവർ പവർ ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഇവർ പോവാണ്. റിസോർട്ട് ക്ലോസ് ആവുകയാണ് അന്ന് വൈകുന്നേരം. അപ്പോൾ ഇതിൽ കുടുങ്ങിയ ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ 3 ഫ്രണ്ട്സ് ഈ എന്താ പറയുക, അത് ഒരു മഞ്ഞുള്ള സ്ഥലമാണ്, ഭയങ്കര മഞ്ഞും തണുപ്പും ഉള്ള സ്ഥലമാണ്. അപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ റിസോർട്ട് അടച്ചു പോകുന്നതുകൊണ്ട് തന്നെ ഇവരിതിൽ സ്റ്റക്കായി പോവാണ്. സ്റ്റക്കായതിനു ശേഷം റിസോർട്ടിൽ നിന്ന് ആരും വരുന്നില്ല. എല്ലാവരും അത് സ്വിച്ച് ഓഫ് ചെയ്ത് അവരാരും ഇല്ലെന്ന ലെവലിൽ അവരും പോവുകയാണ്. പോയി കഴിഞ്ഞാൽ അവരതിന് മുകളിൽ പെട്ടതിന് ശേഷം ആ ഒരു റോപ്പ് വേ അല്ലെങ്കിൽ ഒരു സ്കൈ ട്രിപ്പിൻ്റെ മുകളിൽ നിന്ന് അവർ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതാണ് സിനിമ. കാരണം രാവിലെ വരെ എത്തിക്കാനുള്ള ഒരു ആംബിയൻസ് ഉണ്ടാവില്ല. കാരണം ഒന്നാമത് ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്.